ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് ഈ ഒരു മോഡൽ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റിൻ്റെതാണ്. 2.5 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെതാണ്. 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 4ആയിട്ട് ഇതുപോലെ തുണി മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചും ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം 11 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കൂടിൻ്റെ അവിടുത്തെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഷോൾഡറിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് വേണം നമ്മൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അരേൻ്റെ അവിടുത്തെ ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അവിടുത്തെ വണ്ണം വരുന്നത് 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 9 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് എലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അപ്പം താഴത്തേക്ക് ഇതുപോലെ ചരിച്ചിട്ട് താഴെ വരെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ മെയിൻ ക്ലോത്ത്, അതായത് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 47 ഇഞ്ചാണ്. അപ്പോൾ ലൈനിങ് ഞാനിവിടെ ഒരു 42 ഇഞ്ചിലാണ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് താഴെ ഭാഗത്ത് ഇങ്ങനെ സൈഡ് തൂങ്ങിപ്പോകാതിരിക്കാൻ ഒരു 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതാ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള വശം അത് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ കൈക്കൂഴീൻ്റെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് അതൊന്നും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് കറക്റ്റ് ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഷേപ്പ്, അതായത് തുണിയൊന്ന് ഷേപ്പില്ലാതെ ആണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 47 ഇഞ്ചാണ് കേട്ടോ. അപ്പം ലൈനിങ് അതിലും കുറച്ചിട്ട് വേണം, ഒരു 5 ഇഞ്ചെങ്കിലും കുറച്ചിട്ട് വേണം ലൈനിങ് എടുത്ത് കൊടുക്കാൻ. ലൈനിങ് ഇതുപോലെ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ്. നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ നീളം എടുത്തു കൊടുക്കുന്നത് യോക്ക് പോർഷൻ്റെ നീളം കഴിച്ചിട്ടാണ് ഫ്രണ്ട് പോർഷൻ്റെ നീളം എടുത്തു കൊടുക്കുന്നത്. അപ്പം ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 47 ഇഞ്ചാണ്. അപ്പം യോക്ക് പോർഷൻ്റെ നീളം കഴിച്ചിട്ട് നമുക്ക് 38 ഇഞ്ചിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തു കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ യോക്കിൽ വെക്കാനായിട്ട് ലൈനിങ് ഒരു പീസും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട്. അത് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട്, മെയിൻ ക്ലോത്ത് ജോർജറ്റിൻ്റെതല്ലേ, അപ്പം കട്ടിയില്ലാത്തത് കൊണ്ട് ഞാനിത് അതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ലൈനിങ് പീസ്. അപ്പോൾ അതിൻ്റെ ഇറക്കം വരുന്നത് 9.5 ഇഞ്ചാണ്. യോക്കിൻ്റെ അവിടുത്തെ നീളം വരുന്നത് 9.5 ഇഞ്ചാണ്. അപ്പം അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും 9.5 ഇഞ്ചിൽ. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പം കട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷൻ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ലൈനിങ് ഇല്ലേ, അത് മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് യോക്കിൽ മാത്രമായിട്ട്.
അപ്പോൾ ആ യോക്ക് പോർഷൻ്റെ ലൈനിങ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. കട്ട് ചെയ്തെടുത്തപ്പം 9.5 ഇഞ്ച് നീളമാണ് ഇത് എടുത്തു കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ മാർക്കിങ് അതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾക്കതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്. ഇനി അതൊന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചുറ്റിലും. പ്ലീറ്റ് ഇടുന്ന ഭാഗം ഈ ഒരു പോർഷനാണ് കേട്ടോ. ആ പ്ലീറ്റ് ഇടുന്ന പോർഷൻ നമുക്ക് 38 ഇഞ്ച് നീളത്തിലാണ് എടുത്തു കൊടുക്കുന്നത്. ബാക്കി 9.5 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷൻ്റെ അവിടെ 9.5 ഇഞ്ചല്ല എടുത്തു കൊടുത്തത്. അപ്പം അങ്ങനെ ടോട്ടൽ 47 ഇഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ വരും. ചെറിയ ചെറിയ പ്ലീറ്റ് നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കതിലാണ് നമ്മൾ നെക്ക് വെച്ച് കൊടുക്കുന്നത്. അതായത് നെക്ക് ഫസ്റ്റ് ക്യാൻവാസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു 13 ഇഞ്ചാണ്. സ്ലീവിൽ ഞാൻ ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം വിട്ടിട്ട് വേണം അതിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാൻ സ്ലീവിൻ്റെ. അപ്പം 3 ഇഞ്ച് വിട്ടിട്ട് സ്ലീവിൻ്റെ വീതി 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. താഴെഭാഗത്ത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയാണ് തുണിയുള്ളത്, അതിനനുസരിച്ചിട്ട് എടുത്തു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ ഇതുപോലെ ഒരു വി ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലൈനിങ് ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഈ ഓപ്പോഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്നുകിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഇതിൽ മാത്രമാണ് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് യോക്കിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം എത്രയാണ് നെക്ക് വിടുത്ത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്യാൻവാസ് ഇതുപോലെ വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രം കറക്റ്റ് ചെരിഞ്ഞ് പോവാണ്ട് അത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മളത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. അതിന് ശേഷം ലൈനിങ് മോശം വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അയൺ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. കാരണം വളരെ കട്ടി കുറഞ്ഞ മെറ്റീരിയലല്ലേ ജോർജറ്റിൻ്റെ. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൽ ചെറിയൊരു വർക്ക് കൊടുക്കുന്നുണ്ട്, സീക്വൻസ് വർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ബീഡ്സ് വെച്ചിട്ട് ലീഫും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലൊരു പീസ് നമ്മൾ ബാക്ക് നെക്കിൽ വെച്ച് കൊടുക്കാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു കട്ടിങ് കൊടുക്കാം. പിന്നെ ചെറിയ ചെറിയ കട്ടിങ്ങും കൊടുക്കാം. ഇനി ആ ഒരു ക്ലോത്ത് മോശം വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. പതിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പതിച്ച് സ്റ്റിച്ച് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതല്ലേ. അപ്പം പിന്നീട് തുന്നി കൊടുത്താൽ മതിയാവും. കൈ കൊണ്ട് തന്നെ തുന്നി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇനി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നല്ല വശവും ഫ്രണ്ട് പോർഷനും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട്
നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 2 പോർഷൻ ഇതുപോലെ ഇങ്ങനെ സൈഡ് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് 2 ഷോൾഡറും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ എൻഡിൽ നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് മുകളിലായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെസ്റ്റ് പ്ലീറ്റഡ് കുർത്തിയുടെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ വർക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചുരിദാറിൽ ഞാൻ വിചാരിച്ചു വർക്ക് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ വർക്കൊന്നുമില്ല, നെക്കിൽ മാത്രം. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എത്രയാണ് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൈ ചെയ്യാനായിട്ട് ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എത്രയാണോ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഈ ടൈ ചെയ്യാനായിട്ട് വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.